ഇണകളെ വേർപെടുത്താൻ അള്ളാഹു ആഗ്രഹിക്കുന്നവനല്ല. എന്നാൽ ഒരുവളെ തൃപ്തിപ്പെടുത്താനോ സംരക്ഷിക്കാനോ സാധിക്കാത്ത ഒരുത്തന്റെ കൂടെ ഭാര്യയായി കഴിയണമെന്ന് സ്ത്രീയെ ഇസ്ലാം നിർബന്ധിക്കുന്നുമില്ല. ഖത്തീബിനറിയാലോ, മൊഴി ചൊല്ലി ഒഴിയാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. 6-7 കൊല്ലായിട്ടിന്റെ കുട്ടി കഷ്ടപ്പെടുക. ഭാര്യാഭർത്താക്കന്മാർ യോജിച്ചു പോവുകയില്ലെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും മോചനം ആവശ്യമാകുകയും ചെയ്യുമ്പോൾ ഭർത്താവ് നൽകിയ മഹർ പ്രതിഫലമായി തിരിച്ചു നൽകിക്കൊണ്ട് ഭാര്യയ്ക്ക് അവനെ വിവാഹമോചനം ചെയ്യാം. ഹുൽഖ് എന്ന ഈ സമ്പ്രദായത്തെക്കുറിച്ച് നബി തിരുമേനി ഇപ്രകാരം പറയുന്നു. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് തന്റെ ഭർത്താവിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു: നബിയെ, മതവിഷയത്തിലോ സ്വഭാവത്തിലോ എനിക്ക് വെറുപ്പൊന്നുമില്ല എന്റെ ഭർത്താവിനോട്. പക്ഷേ അദ്ദേഹത്തിന്റെ ചില ശാരീരിക വൈകല്യങ്ങൾ കാരണം എനിക്ക് ഭർത്താവ് ഒന്നിച്ച് കഴിഞ്ഞുകൂടാൻ സാധ്യമല്ല എന്ന്. അത് ന്യായമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ സ്ത്രീയോട് നബി തിരുമേനി പറഞ്ഞു: സാബിത്ത് ബിൻ ഖൈസ് നിങ്ങൾക്ക് മഹറായി തന്ന തോട്ടം തിരിച്ചു നൽകി നിങ്ങൾക്ക് അയാളിൽ നിന്ന് വിവാഹമോചനം നേടാവുന്നതാണ്. എന്നാൽ തക്കതായ കാരണം കൂടാതെ ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന സ്ത്രീയെക്കുറിച്ച് ഒരു ഹദീസിൽ നബി പറഞ്ഞതും മറക്കാതിരിക്കുക. ഏതെങ്കിലും ഒരു സ്ത്രീ തക്കതായ കാരണം കൂടാതെ അവളുടെ ഭർത്താവിനോട് ത്വലാഖിനാവശ്യപ്പെട്ടാൽ അവളുടെ മേൽ സ്വർഗത്തിന്റെ വാസന പോലും ഹറാമാകുന്നതാണ്. വേഗം ചെയ്ത് ബഹുമാനപ്പെട്ട പള്ളി ഖത്തീബ് മഹൽ അധികാരികൾക്ക്, പള്ളിക്കൽ തൊടി മൊയ്തീൻ കോയ ഹാജി മകൾ ഷക്കീല എന്ന എന്റെ ഭർത്താവ് അബ്ദു എന്നവർ കൊല്ലങ്ങളായി എന്നോട് മാനസികമോ ശാരീരികമോ ആയ യാതൊരു ബന്ധവും പുലർത്തി പോരാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായി തുടർന്നു പോകാൻ സാധിക്കാത്തതിനാൽ ത്വലാഖിന് ആവശ്യപ്പെട്ടെങ്കിലും എന്നെ പിരിച്ചയക്കാത്തതുകൊണ്ട് അദ്ദേഹം എനിക്ക് മഹറായി തന്ന 4 പവൻ സ്വർണ്ണവള തിരിച്ചു നൽകി ഞാൻ അദ്ദേഹത്തെ ഫസഖ് ചൊല്ലുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അതു മോനെ, ദീന്റെ വിധി അനുസരിച്ച് അനക്കുള്ള കറന്താന്ന് വീട്ടല്ല, ഈ നന്നാകാൻ വേണ്ടി മൂപ്പർ എനിക്ക് തരണതാ. എന്നാ കുടിക്കും മോനെ, വാങ്ങ്.